കുട്ടികളെ ലഹരിക്ക് ഇരകളാക്കുന്ന സംഘങ്ങളെ ഇല്ലാതാക്കാൻ പദ്ധതിയുമായി കേരള പോലീസ്. സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ 5-അംഗ സമിതിയെയും നിയമിച്ചു. പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം നൽകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ. ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിന് പുറത്തുനിന്നും ലഹരി വസ്തുക്കൾ എത്തുന്ന സാഹചര്യത്തിൽ ഇത് തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ മറ്റു സംസ്ഥാനങ്ങളിലെ DGPമാരുമായി സംസാരിക്കും. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാരിൽ നിന്ന് മാറ്റി CIമാർക്ക് കൈമാറിയത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുവെന്ന പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത് മാറ്റുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ പൊതുജന സൗഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ടാണ് രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്തെത്തിയത്. SP റാങ്ക് മുതലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും രമേശ് ചെന്നിത്തല നേരിൽ കണ്ടു. മീഡിയ 1 തിരുവനന്തപുരം.